ബീഹാറിലെ വോട്ടർ പട്ടിക പുതുക്കൽ വിവാദത്തിൽ ഹർജികൾ ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തുന്ന പ്രത്യേക പരിശോധനയ്ക്കെതിരെയുള്ള ഹർജികൾ ആണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങൾക്കായി. അനൂപ്, ഗുഡ് മോർണിംഗ്. ഈ വോട്ടർ പട്ടിക പുതുക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട ഇനി തുടർ നടപടികൾ എന്തായിരിക്കും? വിശദവിവരങ്ങൾ എന്തൊക്കെ? സുപ്രീം കോടതി ഇന്ന് കുറേയധികം ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള ഹർജികളുണ്ട്. അതിൽ ഈ ഹർജികൾ നൽകിയ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, തിരഞ്ഞെടുപ്പിന് വെറും 3 മാസം മാത്രം ബാക്കി നിൽക്കെ ഏതാണ്ട് 4 കോടിയോളം വോട്ടർമാരെ ബാധിക്കുന്ന ഇങ്ങനെയൊരു പരിഷ്കരണം നടപ്പിലാക്കിയാൽ കോടിക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകും. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം, 2003 നേരത്തെ ഇങ്ങനെ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തിയത്. അത് തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് 7 മാസം മുൻപായിരുന്നു. അതുകൊണ്ട് കാര്യമായ കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ 3 മാസം മാത്രം കൊടുക്കുമ്പോൾ ആളുകൾ ഹാജരാക്കേണ്ട രേഖ പ്രധാനമായും ജനന സർട്ടിഫിക്കറ്റാണ്. ആ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെങ്കിൽ അത് ബീഹാറിന് പുറത്ത് പണിക്ക് പോയ ആളുകൾ, മറ്റ് കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള അവരുണ്ട്. അവരുടെ വോട്ടുകളൊക്കെ തന്നെ പുറത്തു പോകുന്ന സാഹചര്യമുണ്ടാകും. മറ്റൊന്നുള്ളത്, 2000 തുടക്കത്തിൽ നടത്തിയ സെൻസസ് 10 വർഷക്കാലം ഇങ്ങോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 2 കോടിയോളം ജനസംഖ്യ വർദ്ധിച്ചെങ്കിലും അതിലേതാണ്ട് 73 ലക്ഷം പേർ മാത്രമേ ജനനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്ന് പറയുന്നത് ജനങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ്. അതുകൊണ്ട് തന്നെ ഇത് വോട്ടർ പട്ടിക അട്ടിമറിച്ച് വിജയിക്കാനുള്ള ചില തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു. ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജികൾ എന്തായാലും ഇന്ന് പരിഗണിക്കാമെന്ന് നേരത്തെ തന്നെ സുപ്രീം കോടതി വ്യക്തമാക്കിയതാണ്. വളരെ നിർണായകമായ ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.